ഇപ്പോൾ ബദർ ആണ്ട് കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിശ്വാസം ഇത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മതത്തിൽ യാതൊരു തെളിവുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത കാര്യമാണ്. പിന്നെ ദീനിലൊരു കാര്യം തെളിവാകണമെങ്കിൽ എന്ത് വേണം? ഒന്നിൽ ഖുറാൻ്റെ തെളിവ് വേണം, അല്ലെങ്കിൽ എന്ത് വേണം? ഹദീത്ത് വേണം. ഇത് രണ്ടോ വിഷയത്തിൽ ഇല്ല എന്നുള്ള കാര്യം പറയുന്ന ആൾക്കാർക്ക് തന്നെ ഉറപ്പാണ്. അവർക്ക് തന്നെ ഉറപ്പാണ് എന്ത് ഇത് ഖുറാൻ കൊണ്ടും ഹദീത്ത് കൊണ്ടും തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന തെളിവുകൾ ആ തെളിവുകളൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ ഇപ്പം നേരത്തെ അസ്ഹരി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആഴ്ചയിലൊരു ദിവസം ഓതാം, മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഓതണം. അപ്പം നമ്മൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഓതുന്നത്? നമുക്കൊരു തെളിവുണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു തെളിവുണ്ട്. അതേപോലെ ഇവരുണ്ടാക്കിയ ഈ ബെയ്ത്ത് മാസത്തിലൊരു തവണ ചൊല്ലണം, അത് ദീനിലുള്ളതാണ്, പുണ്യമുള്ളതാണ് എങ്കിൽ എവിടെ കാണണം? ഇസ്ലാമിൽ 2 വിധികളാണ്, ഒന്ന് ജായിസ്, അതെ, ഒന്ന് വാജിബ്. അതെ, അപ്പോൾ ആ 2 വിധികൾ പറയുന്ന തെളിവാണല്ലോ. അതെ, അതില്ലാതെയാണ് എന്തെന്ന് ഇവർ പറയുന്നത്. പണ്ഡിതന്മാർ പറയാറുണ്ട് സാധാരണ ഒരു കാര്യം എപ്പോഴും ബിദഅത്താകുക. അവർ വിശദീകരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഒന്ന് മതത്തിൽ പുതുതായിട്ടൊരു കാര്യം ഉണ്ടാക്കുക, അതെന്തായിരിക്കും? അത് ബിദഅത്താണ്. അതേപോലെ തന്നെ അത് ദീനിൽ ചേർക്കണം. മതത്തിൽ കാര്യം ഉണ്ടാക്കുന്നത് ദീനിൽ അവർ ചേർക്കണം. അതിന് പ്രത്യേക രേഖ ഉണ്ടാകാനും പാടില്ല. ഇത് 3 വിഷയത്തിലില്ല. ഇപ്പോൾ ഒന്ന് മതത്തിൽ അവർ ചേർത്തതാണ്, 2 അവർ പറയുന്നത് ദീനിലുള്ളതാണെന്ന് അവർ പറയുന്നത്. ഇത് ദീനിലുള്ളതാണ്, അതിനെന്തെങ്കിലും രേഖ ഉണ്ടോ? ഒരു രേഖയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹം ഇത്തരം ബിദഅത്തുകളെ സൂക്ഷിക്കണം. നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യണം? അവർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതാണ് സൂചിപ്പിക്കാനുള്ളത്.